ഹലോ, നമസ്കാരം. 90s കപ്പിളിൻ്റെ പുതിയ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനെ കൊണ്ട് പറ്റിയില്ല. കുറച്ച് പേഴ്സണൽ റീസൺ ആയിരുന്നു. പക്ഷെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ ഇപ്പോൾ പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് PR വർക്കുകളെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് കരുതുന്നു, അല്ലേ? ഇന്നലത്തെ നമ്മുടെ എവിക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര വിഷമം തോന്നിയ ഒരു എവിക്ഷനായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടു. ജിസേലിൻ്റെ എവിക്ഷൻ ഒരു ഫെയർ എവിക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഫെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നെങ്കിൽ നമ്മുടെ എന്തുവാ ബിഗ് ബോസ് ടീം അവരുടെ വോട്ടിങ്ങിൻ്റെ ഇത് നമുക്ക് പബ്ലിക് ആക്കുവാണെങ്കിൽ നമുക്കൂടെ അത് അറിയാൻ പറ്റും. ഇതിപ്പോൾ അവർ പറയുകയാണ് അത് ഏറ്റവും കുറവ് വോട്ട് ജിസൈലിനാണെന്ന്. ആര്യൻ പെട്ട് നമ്മുടെ ലക്ഷ്മി സബുമാനൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ജിസൈൽ വോട്ട് കുറവിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് പേഴ്സണലി. അത് ഭയങ്കര മോശമായിട്ട് തോന്നിയത്. പറഞ്ഞതുപോലെ അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ ഡബിൾ എവിക്ഷൻ വീക്കായിരുന്നു ഈ കഴിഞ്ഞ വീക്കിൽ നടന്നത്. നമ്മൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവ് ആയിക്കോട്ടെ, അവിടെ ഗെയിം കളിക്കുന്ന 2 പേരാണ് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. അതെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ വോട്ടൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം നോക്കി ചെയ്യുക. അതായത് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ അതുപോലെ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ നിങ്ങൾ കളിയെ വിലയിരുത്തി അവിടെ നിൽക്കാൻ യോഗ്യതയുള്ളവരെ നിങ്ങൾ ഫിനാലയിലേക്ക് വിടുക. അപ്പോൾ വോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആൾ കപ്പ് കൊണ്ടുപോകേണ്ട അവസ്ഥ വരും. അങ്ങനെയൊന്നും വരാതിരിക്കാനെ കൊണ്ട് എന്താണ് ബിഗ് ബോസ് ഗെയിം എന്ന് അറിയാവുന്നവരവിടെ കളിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക. നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കും. കളിക്കുന്നവരെ ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ വിധിയാണ് എല്ലാം മാറ്റിമറിക്കുന്നത്. അപ്പോൾ ഇന്നലെ ജിസേൽ ഔട്ടായിരിക്കുകയാണ്. ജിസേൽ ഔട്ടായിരിക്കുമ്പോൾ ആര്യൻ്റെ ഗെയിം ഇപ്പോൾ എങ്ങനെയാണെന്നൊന്ന് വിലയിരുത്തിയാൽ, ആര്യൻ ജിസേൽ ഔട്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്കിടയിലെ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നല്ലോ, തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ മുഖാന്തരം 2-3 ദിവസമായിട്ട് അവരൊരു ഇച്ചിരി ഗ്യാപ്പൊക്കെ ഇട്ട്, ഈ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഇച്ചിരി ഗ്യാപ്പൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ബന്ധത്തിൽ ആര്യൻ കുറച്ചുകൂടെ ഭയങ്കര ഡീപ്പായിട്ട് ഡിപ്പെൻഡഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ജിസൈൽ കുറച്ചുകൂടെ ബോൾഡായിരുന്നു. പക്ഷെ ആര്യൻ നല്ല വീക്കായിരുന്നു. ആ ഒരു അല്ലാതെ എന്താ അങ്ങനെ തോന്നാനെ കൊണ്ടുള്ള ഒരു കാരണമുണ്ട്. ഈ ഹൗസിനുള്ളിൽ നിൽക്കുമ്പം ജിസേലും ആ ഒരു രീതിയിൽ തന്നെ ആര്യനുമായിട്ടുള്ള അവരുടെ ഒരു റിലേഷൻ അതെന്തുമായിക്കോട്ടെ, പക്ഷെ അവരുടെ ഒരു കോംബോ അത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു 100% എന്തിനു പറയുന്നത്, റിയൽ ആയിരുന്നു. റിയൽ മീൻസ് ലവ് കോംബോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോകുമ്പോൾ ജിസൈൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജിസൈൽ ലക്ഷ്മി ഒരു ഫൈറ്റ് നമുക്ക് കാണാമായിരുന്നു. ആ കോംബോയെ കുറിച്ച് നമ്മൾ പോസിറ്റീവോ നെഗറ്റീവോ അല്ല പറയുന്നത്. പോസിറ്റീവോ നെഗറ്റീവോ എന്തുമായിക്കോട്ടെ, പക്ഷെ അവർക്ക് ഇടയിൽ ഉള്ള ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റിയത് ആയിരുന്നു മുന്നോട്ടുള്ള വീക്കുകളിൽ മിക്കവായിരുന്നെങ്കിൽ. ജിസേൽ ഇന്നലെ ഔട്ടായി പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരി നല്ല കോൺഫിഡൻസോടെ തന്നെയാണ് പുറത്തിറങ്ങിയത്. വിഷമമൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ആര്യനും അതുപോലെ ഹൗസിനുള്ളിൽ വളരെയധികം കരഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു ഇരുന്നത്. ഒരുപക്ഷെ ആര്യൻ ചിന്തിച്ചുണ്ടാകാം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവരൊരിച്ചിരി അത് 2 ബെഡിലൊക്കെ കിടക്കുകയൊക്കെ അല്ലായിരുന്നു.
അപ്പം ആ ഒരു സമയമൊക്കെ ആര്യൻ ചിലപ്പം മനസ്സിലൂടെ പെട്ടെന്നല്ലേ. അതെ, ഇനി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ജിസേൽ പുറത്തായിരുന്നു വേണേൽ ചിന്തിച്ചിരിക്കാം. കാരണം നമ്മുടെ ഗെയിമിനെ ഇവിടെ അവർ തമ്മിൽ സെപ്പറേറ്റ് ആയപ്പോൾ തന്നെ അവരുടെ കോംബോ അവിടെ നഷ്ടപ്പെടുന്നു. ആ കോംബോ നഷ്ടപ്പെട്ടതായിരിക്കാമോ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ ജിസേൽ എവിക്റ്റ് ആയി പുറത്ത് പോയിട്ട് തിരിച്ച് കയറി വരുന്ന ആദിലേക്ക് ഒരിക്കലും താനാണ് ജയിച്ചത് അല്ലെങ്കിൽ താൻ സേവ് ആയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവനകത്ത് കയറി വരുമ്പോൾ അതിലെ വിചാരിക്കുന്നത് അതിൽ ഔട്ടായി, അവിടെ ഹൗസ് മേറ്റ്സിനെ കാണാൻ കയറ്റി വിട്ടതാണ് എന്നാണ് തോന്നുന്നത്, എന്നാണ് പുള്ളിക്കാരി വിചാരിച്ചിരിക്കുന്നത്. അതായത് ആദില ഔട്ടാകുമെന്ന് വിശ്വസിച്ച ഒരു പറ്റം ആൾക്കാരായിരുന്നു നമ്മുടെ ഹൗസിലെ കണ്ടസ്റ്റന്റ്, ആദില ഉൾപ്പെടെ. ആദില ഏകദേശം ഇവക്ഷൻ പ്രക്രിയ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മറ്റുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞാനായിരിക്കും പോകാൻ ചാൻസ്. പുള്ളിക്കാരി പ്രിപ്പയർഡ് ആയിരുന്നു 100%. അത് ഈ ഇവക്ഷൻ കഴിഞ്ഞതിന് ശേഷം അക്ബറും ഷാനവാസും തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷനിൽ അതുണ്ട്. അതായത് ജിസേൽ നല്ല കോൺഫിഡൻസും ആയിരുന്നു, ആദില നല്ല പൈനിക്കിലായിരുന്നു, അതായത് നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ ഇവക്ഷൻ നടന്ന നേരെ ഓപ്പോസിറ്റ് ഇതിലായിരുന്നു. ജിസേൽ ഔട്ടുമായി, ആദില ഇന്നുമായി. എന്തായാലും ജിസേൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആര്യൻ്റെ ഗെയിം സ്റ്റിൽ ഓണായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആര്യൻ നല്ലപോലെ ഇപ്പം ഗെയിം കളിച്ച് തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുൻപുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ലപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇന്നലെ നടന്ന അല്ലെങ്കിൽ ആ ഒരു വിഷമമൊക്കെ അദ്ദേഹം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് പുതിയ ഡേ ആണ്, പുതിയ വീക്കാണ്. അദ്ദേഹം ബിഗിനിങ് മുതൽ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് തോന്നുന്നത്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരുവാണെങ്കിൽ രാവിലെ അവർക്കൊരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തെ വിഷയം എന്ന് പറഞ്ഞത് PR കൊടുത്തിട്ട് വന്ന കണ്ടസ്റ്റൻറ്റുകൾ നിലവിൽ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെയും, പിന്നെ അതുപോലെ PR ഇല്ലാതെ വന്ന് നിന്ന് കളിക്കുന്ന ഒരാളെയും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, അല്ലയോ? അതായിരുന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ടീം എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ അങ്ങനൊരു ടോപ്പിക് അവർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചിന്തിച്ച് നോക്കാം. അതിൽ എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം നമ്മൾ ഇതുവരെ ഈ PR പറ്റി എന്നോട് സംസാരിക്കുന്നത് നമ്മളൊരു എപ്പിസോഡുകളിൽ കണ്ടിട്ടില്ല. നമ്മുടെ ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. PR കുറിച്ചൊക്കെ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ട് അവരിപ്പോ കാരണം അവർ അങ്ങനെ പറയുന്നുണ്ടെന്നാണ് നമ്മളിപ്പോൾ മുന്നോട്ടുള്ള കോൺവെർസേഷനിൽ കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് അതിനെപ്പറ്റി ചർച്ചയാകണം. കഴിഞ്ഞ ദിവസം ഫാമിലി വീക്ക് വന്നപ്പോൾ മെയിനായിട്ടൊരു സംഭവം നടന്നല്ലോ, എന്താണെന്ന്. അതായത് അനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അനീഷിൻ്റെ അടുത്ത് അനുമോടെ ഫാമിലി വന്നിട്ട് ആ ഫ്രണ്ട് ഇന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി പുറത്തും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് കോൺസ്പിറസി തിയറീസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ വിഷയങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ PR കുറിച്ചുള്ള ഒരു അഭിപ്രായം അവർക്കിടയിലേക്ക് ഒരു കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നാൽ അത് നല്ല രീതിയിൽ കത്തുമെന്ന്, പുറത്തുള്ള രീതിക്കും അതുപോലെ അകത്തും, നിലവിലിപ്പോൾ അകത്തും നല്ല രീതിക്ക് അത് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അത് ചർച്ച ചെയ്യണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ഇതുവരെ ഔട്ട്സൈഡായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് PR പറ്റി. അതിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്കായിട്ട് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്ന് ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. ഇന്നിപ്പം മെയിനായിട്ട് നമ്മുടെ അനുമോടെ കേസ് തന്നെ എടുക്കാം. അനുമോള് അവിടെ ഒരു മോർണിംഗ് ടാസ്കിൽ തന്നെ ഏറ്റവും കൂടുതലധികം പേര് അനുമോടെ പേരായിരുന്നു നിർദ്ദേശിച്ചത്. അതായത് PR വന്ന് ഗെയിം കളിക്കുന്നത്, PR സെറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്ന പ്ലെയർ അത് അനുമോളാണെന്നാണ് ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞത്, അല്ലേ? അപ്പം അനുമോള് അവിടെ PR കൊണ്ടാണ് നിന്ന് ഗെയിം കളിക്കുന്നതെന്നുള്ള കാര്യം ഏകദേശം പുറത്ത് ഇപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, നല്ല PR ഉണ്ട് അനുമോക്ക്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു കേസ് പറയാം. ഒന്നാമത്തെ റീസൺ, നമ്മളിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നവർ എല്ലാവരും ടാസ്ക് കളിക്കുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരൊറ്റ ടാസ്ക് പോലും വിജയിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ അനുമോള്. ഫിസിക്കൽ ടാസ്ക്. അപ്പം അത്രത്തോളം
അനുമോക്ക് പിന്നെ പക്ഷെ പുറത്ത് അതിൻ്റെതായിട്ടുള്ളൊരു നമ്മൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുക, യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ എടുത്ത് നോക്കുക, അത് നമുക്ക് കാണാം. ഓരോ പേജുകളൊക്കെ നമ്മൾ ചില എന്തെങ്കിലുമൊക്കെ ഒരു ക്ലിപ്പിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്ററോ ഒക്കെ ഇട്ട് കാണുമ്പോൾ അതിലൊക്കെ ഒന്നാമതായി അനുമോൾ നിൽക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താ അങ്ങനെ ഇങ്ങനെ വരുന്നേ, ഞാൻ പല ഇതിനകത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അവനോട് പറഞ്ഞത് ഈ അവരുടെ PR വർക്കേഴ്സിന്റെ പേജ് ആയിരിക്കും നീ കാണുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഞാനപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ PR-ന്റെ പണി PR പുറത്ത് നല്ല രീതിയിൽ ചെയ്യും. അതുപോലെ ഈ PR കൊടുത്തിട്ട് പോകുന്നവർ ആ ഹൗസിനുള്ളിൽ അതിൻ്റെ അനുസരിച്ച് ഗെയിം കളിച്ചാൽ PR കൊണ്ട് ഗുണമുണ്ടാകും. ഇനിയും ഗെയിം കളിച്ചില്ലെങ്കിൽ PR കൊടുത്തിട്ട് ഗുണമുണ്ടാകത്തില്ല. അവരുടെ പ്ലേ അനുസരിച്ചിരിക്കും. ഞാൻ കരുതുന്നത് അനുമോക്ക് വെളിയിൽ നല്ല PR ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഡേ അത് എക്സ്പോസ്ഡ് ആകുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തെളിവ് അടക്കം, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ പ്രൈസ് അടക്കം. അത് വേണമെങ്കിൽ അത് നമ്മളാരും ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മൾ പറയുന്നതും കേട്ടിട്ടില്ല. ബിന്നി പറയുന്നത് മാത്രമാണ്. ബിന്നി അവിടെ പക്ഷെ ബിന്നിക്ക് അത് അങ്ങനെ ഒരു കാര്യം നോണം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിന്നി അങ്ങനെ കള്ളം പറഞ്ഞത് ബിന്നിയെ പലപ്പോഴും നമ്മൾ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. ഒതുക്കി നിർത്തിയിട്ടില്ല. ഏകദേശം ഒരു കുത്തിത്തിരിപ്പുണ്ട്. ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ദിവസത്തെ ഇഷ്യൂ തന്നെ ഷാനവാസ് ബിന്നി ഫൈറ്റിനിടയ്ക്ക് ബിന്നി കുറച്ച് ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് കുറച്ച് കുറച്ച് ഓവറായിരുന്നു. പിന്നെ പല കാര്യങ്ങളും ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു വുമൺ കാർഡൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതെയായിരുന്നു. അപ്പൊ ബിന്നി പൂർണ്ണമായിട്ടും നമുക്ക് കുത്തിത്തിരിപ്പാണെന്നൊക്കെ പറഞ്ഞാലും ബിന്നി ചില കാര്യങ്ങൾ, അത് സത്യമായിട്ട് ടാസ്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാത്ത കാര്യങ്ങൾ, ടാസ്കുകളോ അവിടെ കളിക്കുന്ന ഗെയിമിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലാതുള്ള ഹൗസിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറ്റുള്ള വിഷയങ്ങളിൽ ജെനുവനെന്ന് തോന്നിയ ഭാഗങ്ങളിൽ ബിന്നി പലപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിന്നി ഇന്ന് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോള് മറ്റുള്ളവരാരും പറയുന്നത് ഞാൻ എന്താണെന്ന് വിചാരിക്കുന്നില്ല, പകരം എൻ്റെ അടുത്ത് അനുമോള് പറഞ്ഞ കാര്യം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ വിടുകയാണ്, ഞാൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് അനുമോള് PR വെളിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എമൗണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം അനുമോള് ചോദിക്കുന്നുണ്ട്, എന്നാൽ എമൗണ്ടും കൂടെ പറ, ഞാൻ അങ്ങനെ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് 100% അനുമോള് വാദിക്കുക. എനിക്ക് PR ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അനുമോള് ഫസ്റ്റ് ആദ്യം പറയുന്നത്. കാരണം അവരുടെ ആ മോർണിംഗ് ടാസ്കിന്റെ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് അനുമോള് പറയുന്നത്, എനിക്ക് PR ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ബിന്നിയോട്, നിങ്ങളൊക്കെ പലരും PR ഇല്ലാന്ന് പറഞ്ഞു ഫസ്റ്റ്, അങ്ങനെ പറഞ്ഞു തുടക്കത്തില്. എന്നെ എല്ലാരും കൂടെ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ എല്ലാരും കൂടെ PR ഉണ്ടെന്നുള്ള രീതിയിൽ റിച്ച് ആക്കി, അതിന് താങ്ക് യു പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം പുള്ളിക്കാരി അവിടെ ഞാൻ അങ്ങനെ ഒന്നും വല്ലാന്നൊന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെയാണ് ബിന്നിയുടെ കാര്യം ഇങ്ങനെ പറയുന്നത്. അപ്പൊ ബിന്നി എന്താണേലും എമൗണ്ട് പറയാനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ അനുമോള് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയണം, എമൗണ്ട് പറയണമെന്ന് പറഞ്ഞു. 16 ലക്ഷത്തിന്റെ PR ഇരുന്നവര് മാത്രമല്ല, ഈ ഇൻസിഡന്റ് എപ്പിസോഡിലല്ലാതെ രാവിലെ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. 16 ലക്ഷത്തിന്റെ PR ഒക്കെ കൊടുത്തിട്ടാണോ അനുമോൾ കയറിയത്? അതെന്തുവാണ് അതിൻ്റെ റിയാലിറ്റി നമുക്കറിയത്തില്ല, എത്ര ലക്ഷം രൂപയാണ്. അത് ബിന്നി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ അനുമോക്ക് PR ഇല്ല എന്ന് മാത്രം നമ്മൾ സമ്മതിച്ചു തരത്തില്ല. അനുമോക്ക് നല്ല ശക്തമായി ഹൗസിൽ നിൽക്കുന്ന കാര്യം സത്യമാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബിന്നിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം അല്ല, ബിന്നി പറയുന്നത് സത്യമായിരിക്കാം, പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല, മനസ്സിലായി, നമ്മളത് ഇതുവരെ കേട്ടിട്ടില്ല. ബിന്നി പറയാനെ കൊണ്ട് സത്യമാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, അത് പറയാം, അത് കറക്റ്റായിട്ട് പറയാം. അതായത് ബിന്നി ഇപ്പോൾ 16 ലക്ഷം നമ്മൾ കേട്ടിട്ടില്ല, എത്ര രൂപയുടെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അത് ബിന്നിയുടെ അടുത്ത് അനുമോള് പറഞ്ഞെന്നാണ് ബിന്നി പറയുന്നത്. പക്ഷെ അനുമോൾ അത് 100% നിഷേധിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പം ബിന്നി പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് തോന്നാനെ കൊണ്ടുള്ള 2-3 ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് തന്നെ ബിന്നി ആദ്യമേ ഈ അഭിപ്രായം പറയാനെ കൊണ്ട് കയറി വന്നപ്പോഴേ പറഞ്ഞു, മറ്റുള്ളവർ പറയുന്നത് പോലെ
എന്തും ആയിക്കോട്ടെ. മറ്റുള്ളവർ പറയുന്നത് റൂമേഴ്സ് ആണ്. കാരണം അവർ പറയുന്നത് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത് അങ്ങനെ ഇവിടെ അങ്ങനെ സംസാരം നടക്കുന്നു, ഹൗസിനുള്ളിലെ ഒരു ടോക്കിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് തോന്നുന്നത് അനുമോളാണ് ഇവിടെ PR ഏറ്റവും കൂടുതൽ കൊടുത്തു നിൽക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബിന്നി വന്ന് കറക്റ്റായിട്ടൊരു പോയിന്റ് പറയുന്നത്, ഞാൻ മറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, എന്നോട് അനു പറഞ്ഞത് ഞാൻ പറയാം എന്ന് പറഞ്ഞാണ് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അപ്പം അനുമോൾ ഡയറക്റ്റായിട്ട് ബിന്നിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബിന്നി എപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പാനി ശരത്ത് പോയ വീക്കില് പോയ സമയത്ത് ആണ് അനു പറഞ്ഞതെന്നാണ് പറയുന്നത്. അതായത് അപ്പാനി ശരത്തും അനുമോളും ഒരു ടീമിനെയാണ് PR ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അനുമോള് ബിന്നിയോട് പറഞ്ഞു. അപ്പാനി ശരത്ത് പുറത്താകുമ്പോൾ ആ സെയിം ടീം തന്നെ നമ്മുടെ അക്ബറിനെ സമീപിച്ചു എന്ന് അവിടെ ഷാനവാസ് വന്നിട്ട് നമ്മുടെ ഇത് പറയുന്ന സമയം പറയുന്നുണ്ട്. ഷാനവാസ് നമ്മുടെ അക്ബറിനെ സമീപിച്ചിരുന്നു എന്ന് അനുമോളിനെ കോണ്ടാക്ട് ചെയ്തിരുന്ന സെയിം ടീം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്, സമീപിച്ചിരുന്നു. നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ച് അപ്പാനി ശരത്തിന് PR കൊടുത്ത ആൾക്കാർ ആണെന്ന് തോന്നുന്നില്ല അനുമോൾക്ക് കൊടുത്തത്. പക്ഷെ അനുമോൾ അങ്ങനാണ് ബിന്നിയുടെ അടുത്ത് പറഞ്ഞെന്നാണ് ബിന്നി പറയുന്നത്. അപ്പോൾ അപ്പാനി ശരത്ത് പോയെങ്കിൽ PR സെറ്റ് ചെയ്ത് അപ്പാനി ശരത്ത് പോയെങ്കിൽ ഞാനും എൻ്റെ ഗെയിമും ചിലപ്പം ഇനി എങ്ങനെ ആയിരിക്കുമെന്ന് അറിയത്തില്ല. പ്രേക്ഷകരാണല്ലോ ഇത് വിധി എഴുതുന്നത്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ അനുമോളുടെ മനസ്സിൽ ഉടലെടുത്തുന്നതാണ്. ഞാൻ പറയട്ടെ സാർ, ഈ PR വർക്ക് കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവിടെ നിൽക്കാനൊക്കുന്നത്. കാരണം അവരതുപോലെ അവരുടെ ഗെയിം സ്ട്രാറ്റജീസ് മാറ്റണം. പക്ഷെ നമ്മുടെ അപ്പാനുശേഷത്തിന് അവിടെ പാളിപ്പോയിട്ടുണ്ട് ആദ്യം തന്നെ. പക്ഷെ അതേസമയം നമ്മുടെ അനു ചെയ്തതെന്നറിയാം, അവിടെ കർച്ചിൽ കാർഡ് ഇറക്കി, അങ്ങനെ ഒറ്റപ്പാടൽ സ്ട്രാറ്റജി ഇറക്കി, പിന്നെ എന്തുവാ എല്ലാരും കൂടെ അനുമോൾ ഈ കുറ്റപ്പെടുത്തുന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഒരു പോസിറ്റീവ് നമ്മളെല്ലാരും അവിടെ പറയുന്നുണ്ട്. നമ്മളെല്ലാരും മീൻസ് ലാലേട്ടനാണെന്ന് പറഞ്ഞാലും വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ വരുമ്പോൾ പറയുന്നതാണ്, അനീഷ് ഇത് കലക്കി കുടിച്ച് അരച്ച് പഠിച്ച് വന്ന് ബിഗ് ബോസ് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന്. ശരിയായിരിക്കാം, അനീഷ് അങ്ങനെ തന്നെ ഇതിൻ്റെ പുറകെ നടന്ന് വളരെയധികം എന്തുവാ എന്ന് പറയുന്നത് ഹോംവർക്ക് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് ഹോംവർക്ക് ചെയ്ത് ഇതിൻ്റെ ABCD പഠിച്ച് വന്ന് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കാം അതെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള വ്യക്തിയും ഇപ്പം ബിഗ് ബോസിനകത്ത് ഹൗസിൽ നിൽക്കുന്ന അനീഷ് തമ്മിൽ രണ്ടാണ്. രണ്ട് വ്യക്തികളെ കാണുന്നത് നമുക്ക് വളർത്തുന്നു. അതിപ്പോൾ അവിടെ ഉള്ളത് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയാണ്. കേവലം ഒരു വീഡിയോ മാത്രം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ ഞാൻ പല വീഡിയോസ് കണ്ടപ്പോൾ അനീഷ് നല്ല രസമായിട്ട് കാണിക്കും. പക്ഷെ അദ്ദേഹം ആ ഒരു ഫേസ് അല്ല നമ്മുടെ ബിഗ് ബോസിൽ കാണിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അനീഷിനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാം പഠിച്ചിട്ട് വന്നത്. ഈ കേസ് പോലെ തന്നെയാണ് ഈ അനുമോളുടെ കേസിലും. അനുമോള് കറക്റ്റായിട്ട് PR സെറ്റ് ചെയ്തിട്ടുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എങ്ങനെ കളിക്കണമെന്നും എല്ലാം പഠിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അനുമോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴീ കളിക്കുന്ന രീതിയിലത്തെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും അനുമോൾ. അതായത് ഇത്രയും ബോൾഡായിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുന്നു. കാരണം നമ്മൾ പുറത്ത് കണ്ടിരിക്കുന്ന ഒരു അനുമോളുണ്ട്, നമുക്കറിയാം സ്റ്റാർ മാജിക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അനുമോളെ. അവിടെ പലപ്പോഴും പല ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ ചെറിയ കാര്യത്തിന് പോലും കരഞ്ഞ് പെട്ടെന്ന് ഇതാകുന്ന ഒരു അനുമോളുണ്ട്. പക്ഷേ ഇപ്പോൾ ആ അനുമോളെ അപ്പം ഞങ്ങൾ പരസ്പരം പറയുകയും ചെയ്തിട്ടുണ്ട് കാര്യമില്ല, സർവൈവൽ ചെയ്യത്തില്ല എന്നുള്ളത്. ഈ അനുമോള് തന്നെ ആദ്യം കുറച്ച് കരച്ചിൽ കാർഡൊക്കെ ഇറക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ കർച്ചിൽ കാർഡ് ഇറക്കി അല്ലെങ്കിൽ നമ്മുടെ ജിസേൽ ആര്യൻ വിഷയം, പുതപ്പ് വിഷയത്തിന്റെ കാര്യത്തില് ലാലേട്ടൻ അനുമോളെ ചോദ്യം ചെയ്തൊരു എപ്പിസോഡുണ്ട്. അനുമോളെ നിർത്തിപ്പറിച്ചൊരു എപ്പിസോഡ്. ആ എപ്പിസോഡിൽ അനുമോള് കണ്ട കാര്യം 100% ശരിയാണെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. ആ എപ്പിസോഡ് തൊട്ട് നമുക്ക് മനസ്സിലായി അനുമോള് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, സ്ട്രോങ് പ്ലെയർ ആണ്. മനസ്സിലായില്ലേ? കാരണം വേറെ ആരാണേലും ആ ഒരു കേസിൽ ഒരു ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു പോകും. കാരണം ഒരു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം ലാലേട്ട എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അനു ഒഴിയാമായിരുന്നു. പക്ഷേ അനു ഒഴിഞ്ഞില്ല. അവിടെ അനു എന്ന വ്യക്തി അത് അദ്ദേഹം കണ്ടെന്ന് പറയുന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അത്ര ബോൾഡാണ് ആ ഒരു വുമൺ എന്ന രീതിയിലേക്ക് അനു. ടോപ്പ് 3-ൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോള്. കാരണം PR ബലത്തിൽ കയറി വരും. അവരിപ്പം അവരുടെ എങ്ങനത്തെ ഗെയിം ആണെന്ന് പറഞ്ഞാലും അവർ ആ ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ടോപ്പ് 3-ൽ ഇപ്പോൾ പ്രഡിക്ഷൻ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോള്. പിന്നെ ഒരു കാര്യം, നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറയാന്ന് വെച്ചാൽ അനു PR കൊടുക്കുന്നു എന്നുള്ള രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് വരുന്നത് അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ബാക്കി എല്ലാവരും അക്ബർ അല്ലേ പറഞ്ഞേ, ബാക്കി എല്ലാവരും അവരവരുടെ പെട്ടി പാക്ക് ചെയ്യുക. കാരണം ആരാ പുറത്ത് എലിമിനേഷനിലുള്ള അത് നോമിനേഷനിൽ വന്ന ആർക്കും അറിയത്തില്ല ആരാ പുറത്ത് പോകുന്നത്. അപ്പൊ ഈ നോമിനേഷനിലുള്ളവര് എല്ലാവരും അവരവരുടെ പെട്ടികൾ പാക്ക് ചെയ്യും. കാരണം ആരാ പോകുന്നതെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ആ കേസിൽ പോലും അനുമോള് വളരെ കുറച്ച് തുണികൾ മാത്രമേ പാക്ക് ചെയ്യുന്നുള്ളൂ. കാരണം അനുമോക്ക് അത് 100% കോൺഫിഡൻസ് ആണ്, എനിക്ക് വോട്ട് കിട്ടും, ഞാൻ പോകത്തില്ല. അത് ഫാമിലി കൂടെ വന്ന് പോയതിനു ശേഷം അനുമോക്ക് അത് 100% അനുമോൾക്ക് ഉറപ്പായി. അന്ന് നമ്മളിപ്പോ ഫാമിലി വീക്കിന് മുന്നേ കണ്ട അനുമോളിൽ നിന്ന് ഇതിപ്പോ പിന്നെയും മാറിയിട്ടുണ്ട് അനുമോൾ. അതെ ഫാമിലി വീക്ക് വന്നതിന് ശേഷം വീണ്ടും അനുമോളിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് അവിടെ നിലവിൽ PR കൊടുത്ത് നിൽക്കുന്ന, ഇപ്പോൾ ഈ പറഞ്ഞ് ബിന്നി PR കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത്. പക്ഷെ ബിന്നിക്ക് PR ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ബിന്നിക്ക് കാണാം, അക്ബറിന് കാണാം. ഇതിനകത്ത് കയറുന്ന എല്ലാവരും ഏകദേശം ചിലപ്പോൾ ചിലർ കൊടുക്കില്ലായിരിക്കും. നമ്മുടെ നിവിൻ ഇല്ല കേട്ടോ, അതെനിക്ക് തോന്നുന്നു. നിവിന് PR വർക്കില്ല. അതെങ്ങനെ നിനക്ക് തോന്നി? കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു ടാസ്കിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഡ്രസ്സൊന്നും ഞാൻ കൊളാബ് ചെയ്ത് വാങ്ങിച്ചായിരുന്നു, ഞാൻ അങ്ങനെ ഫ്രണ്ട്സ് 2-3 കട ചോദിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ലൈവ് പറയുന്നത്. എനിക്ക് അപ്പൊ ഇന്ന് നെവിൻ അത് പറയുന്നുണ്ട്. കാരണം ഡ്രസ്സ് പോലും എനിക്ക് കൊളാബ് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള ഞാൻ അതിന് PR കൊടുക്കാൻ പോകുന്നത്, എൻ്റെ അത്രയും മാത്രം പൈസയൊന്നും ഇല്ലെന്ന്. ഞാൻ നെവിന് PR ഉണ്ടെന്ന് ഞാനും കരുതുന്നില്ല. അതിനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വീക്കിൽ നെവിൻ്റെ ഫാമിലി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ പെങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു EMI മുടങ്ങിപ്പോയിട്ടുണ്ടെന്ന്. ഇപ്പം PR വർക്കൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് നെവിൻ അത്രത്തോളം എനിക്ക് തോന്നുന്നില്ല വലിയൊരു പേയ്മെൻറ്റ് മേടിച്ച് അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെ ഒരു EMI മുടങ്ങിയത് കൊണ്ട് മാത്രം PR കൊടുത്തിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ മാത്രം പറ്റത്തില്ല. ചിലപ്പോൾ ചെറിയ അഡ്വാൻസ് ആണെന്ന് പറഞ്ഞാലും കൊടുത്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, നമുക്കത് അറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നെവിന് അവിടെ നിലവിൽ അങ്ങനെ വലിയ PR എന്നുള്ളൊരു രീതി ഇല്ലെന്നാണ് നിലവിൽ. പിന്നെ നമ്മുടെ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് മാറില്ലേ, അതിനകത്ത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ വരുന്നത് അനീഷ് നമ്മുടെ അതിലേക്ക് അകത്തിരുന്ന് പറയുന്ന അനീഷ് അല്ല ഷാനവാസ്. അതായത് നമ്മുടെ അനുമോള് പുറത്ത് വെച്ച് ബിന്നിയോടും എതിർക്കുകയാണ്, ഞാൻ PR വർക്ക് കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം സമ്മതിച്ചു, അതിനുശേഷം പക്ഷേ എമൗണ്ടിന്റെ കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല. അകത്ത് വന്ന് ഷാനവാസിനോടും ഷാനവാസ് ആതിര നൂറ ഇവരോട് പറയുകയാണ്, ഞാൻ ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ ലാസ്റ്റ് അവസാന നിമിഷം വരുമ്പോൾ PR കൊടുക്കുമെന്ന് പലരും പറഞ്ഞതിന് പ്രകാരം ഞാൻ PR കൊടുത്തു. 50,000 രൂപ ഞാൻ അവിടെ അഡ്വാൻസ് കൊടുത്തു എന്ന്. അത് പിന്നെ പറയുന്നുണ്ട്, ഫസ്റ്റ് പറയുന്നുണ്ട് 50,000 രൂപ അനു അവിടെ അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി 16 ലക്ഷം രൂപയ്ക്കാണ് അവിടെ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്, പിന്നെ ബാക്കി കൊടുക്കാമെന്നുള്ള നിലയിലാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അനു പറഞ്ഞത് വാദം തെറ്റ്, അല്ലെങ്കിൽ അനുവിന് PR ഉണ്ടെന്നുള്ള വിവാദത്തിന് നമ്മൾ ഉറപ്പിക്കുന്ന രീതിയിൽ മൂന്നാമത്തെ വാദമാണ് ഇപ്പൊ അത് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് നമുക്ക്. പിന്നീട് അത് ഹൗസിനകത്ത് വെച്ച് തന്നെ അനു അത് സമ്മതിക്കുന്നുണ്ട്, ഞാൻ PR കൊടുത്തിട്ടുണ്ട്. PR അത് ഓൾറെഡി തന്നെ ഷാനവാസിന് പറയാം, ഷാനവാസിനോടും അനു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷാനവാസ് അത് പറയുന്നില്ല. ഇന്ന് ഷാനവാസ് പറഞ്ഞത് എന്നോടും അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പക്ഷെ അത് പറയുന്നില്ല, ഞാനിവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ PR ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ആഴ്ചത്തെ വോട്ടിംഗ് റിസൾട്ടിൽ കാണാൻ പറ്റും. ഉപകാരപ്പെടുമ്പോൾ അനുമോള് പുറത്താകുമോ അല്ലെ അനുമോള് ജയിക്കുമെന്നില്ല. ഈ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 8 പേരാണ്. ഒന്ന് അനീഷ്, ഷാനവാസ്, അനുമോൾ, നെവിൻ, ബിന്നി, ലക്ഷ്മി, സാബുമാൻ, പിന്നാരോ എല്ലാവരും അക്ബർ. ഇത്രയും പേരാണ്.
അതിനകത്ത് ശരിക്കും തന്നെ പറഞ്ഞാൽ ആദില, നൂറ, ആര്യൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ആഴ്ചത്തെ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കട്ടിയായിരിക്കും. കാരണം ഏകദേശം നമ്മൾ വിചാരിക്കുന്ന ഒരു ടോപ്പ് 5 എന്നൊക്കെ നമ്മൾ ഏകദേശം വിചാരിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അതായത് അനീഷ്, ഷാനവാസ്, അനുമോളെ, അക്ബർ, പിന്നെ അഞ്ചാമത് ആർക്കും വരാം. പക്ഷേ 4 പേരെ ഞങ്ങള് പക്ഷേ ഈ ഒരു ഇത്രയും പേരുടെ വോട്ടിങ് ഇതിനകത്ത് ആര് ഈ എൻഡ് ചെയ്യുമ്പം അത് നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ആരായിരിക്കും 1-ാം സ്ഥാനം, ആരായിരിക്കും 2-ാം സ്ഥാനമോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഏകദേശം, അതും നമുക്ക് 100% ഇന്നത്തെ വോട്ടിംഗ് ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് രാത്രി 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മളിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ പോലും 1-ാം സ്ഥാനത്ത് അനുമോൾ നിൽപ്പുണ്ട് വോട്ടിങ്ങിൽ. അത് അൺഒഫീഷ്യൽ ആണ്. അതിൽ 1-ാം സ്ഥാനം അനുമോളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അനുമോളാണ് നിൽക്കുന്നത്. ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ആഴ്ചയിലെ വോട്ടിങ്ങിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് അനുമോളായിരിക്കും. അതിന് താഴെയായിട്ട് അനീഷ്, അതിന് താഴെയായിട്ട് ഷാനവാസ്, അതിന് താഴോട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. അതുപോലെ ഈ ആഴ്ച പോകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന കണ്ടസ്റ്റൻറ്റ് നമ്മുടെ ബിന്നിയാണ്. കാരണം ബിന്നിയുടെ ഗെയിം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ മോശമോ അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ചിന്തിക്കാതെ ഗെയിം കളിക്കുന്നുണ്ടല്ലോ. കളിക്കുന്നുള്ളവരെ നിർത്താൻ ശ്രമിക്കുക, ഇല്ലാത്തവരെ എടുത്ത് വെളിയിലിടുക. അതല്ലേ നല്ലത്. അങ്ങനെ ഇല്ലെങ്കിൽ കളിക്കുന്നവർ പോയിക്കൊണ്ടിരിക്കും. സേഫ് കളിക്കുന്നവർ അവിടെ ഇരിക്കുക, വെറുതെ അവർക്ക് കപ്പ് കൊടുക്കേണ്ട ഗതി വരും. എന്തായാലും ഇന്നത്തെ ആ ഒരു നോമിനേഷനിലും പിന്നെ അതുപോലെ അനീഷിൻ്റെ ഗെയിം വീണ്ടും ആ ബാക്ക് ടു ആദ്യം പോലെ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ കുറച്ചൊക്കെ വെറുപ്പിച്ച് തുടങ്ങുന്നു, കുറച്ചല്ല നല്ല രീതിയിൽ തന്നെ വെറുപ്പിച്ച് തുടങ്ങുന്നുണ്ട്. ഷാനവാസ് പിന്നെ ഇന്നും സ്ഥിരമായിട്ട് കാണിക്കുന്ന ആ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുള്ളതുണ്ട്. പക്ഷേ ഇത് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞത്തുള്ള സെഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡാൻസ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പല ഡാൻസ് മാരത്തോൺ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പല മലയാള സിനിമകളിലെ ഓരോ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട്. അതായത് ഉദാഹരണം നമ്മുടെ ദിലീപിന്റെ ജോക്കർ അല്ലേ, ജോക്കർ, കിലുക്കത്തിലെ രേവതി, നരൻ വരുന്ന നമ്മുടെ ഷാനവാസ്, രേവതി വരുന്ന അനുമോള്, ജോക്കർ വരുന്ന അനീഷ്, അക്ബർ വരുന്ന മിന്നൽ മുരളി, അങ്ങനെ പലർക്കും പലതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആര്യന് മായാമോഹിനി, അങ്ങനെ എല്ലാവരും 11 പേരും കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിക്ക് കസ്തൂരി, നമ്മുടെ സാബുമാന് പട്ടണത്തിൽ ഭൂതം, പിന്നെ നൂറയ്ക്ക് കാർത്തുമ്പി, പിന്നെ ആദിലയ്ക്ക് ആദിലയ്ക്ക് നമ്മുടെ പാർത്ഥം കണ്ട പരലോകത്തിനകത്ത് ആ ജയറാമേട്ടൻ ചെയ്ത ക്യാരക്ടർ ആ പാട്ടിനകത്ത്, പിന്നെ ആരാ ഏകദേശം എല്ലാവരും അല്ലേ. നിവിൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഗാന്ധർവൻ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ ക്യാരക്ടർ, മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും, മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും, ആ പാട്ടിനകത്ത് ആ ഒരു ക്യാരക്ടർ എന്നുള്ള അങ്ങനത്തെ ക്യാരക്ടർ അവരപ്പം അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളുടെ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ വേദിയിലേക്ക് ഓടിയെത്തി അവരെന്ത് ജോലി ചെയ്യുകയാണേലും അന്നേരം അതിന് ഡാൻസ് കളിക്കുക എന്നായിരുന്നു ആ ഒരു ടാസ്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അത്യാവശ്യം രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഷാനവാസിന്റെ നന്നായിരുന്നു, എല്ലാവരും നന്നായിരുന്നു. ഇന്നിപ്പോ ആര്യൻ, ഷാനവാസ്, നൂറ, ലക്ഷ്മി 4 പേരുടെ കഴിഞ്ഞിട്ടുണ്ട്. ആര്യൻ, ഷാനവാസ്, നൂറ, ലക്ഷ്മി, ഇത്രയും പേരുടെയാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി പേരുടെ നാളെയാണ് കാണാനിരിക്കുന്നത്. നല്ല എൻഗേജിങ്ങും നല്ല ഒരു ഫണ്ണ് കോമഡി എന്നൊക്കെ ഒരു രീതിയിൽ നമുക്കതൊന്ന് നല്ലതായിരുന്നു. അവരുടെയും കണ്ടസ്റ്റൻറ്റുകളുടെ നമ്മുടെ ബിന്നിയുടെ ഉണ്ടായിരുന്നു, മറ്റേ സിക്കിന്ദർ, പെർഫോം ചെയ്തില്ല പക്ഷെ അതെ. അപ്പം അവരുടെ ആ അവർക്കും കുറച്ച് റിലാക്സേഷൻ ഒക്കെ കിട്ടിക്കാണും അല്ലേ. പിന്നെ അതൊക്കെയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിലെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഷാനവാസിൻ്റെ നരനിലെ പെർഫോമൻസ് കൊള്ളായിരുന്നു കേട്ടോ. ഷാനവാസ്, അനീഷ് അവർ രണ്ടുപേരും
ഇടയ്ക്ക് അവർ തമ്മിൽ ഇത് വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ നമുക്ക് അവരിപ്പോഴും ഫ്രണ്ട്സ് അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് പറയാനെ കൊണ്ട് പറ്റത്തില്ല. ഞാനിപ്പോഴും പറയുന്നു ഷാനവാസ് അനീഷ ഒരു കോംബോ അതൊരു ഊതി വീർപ്പിച്ച വെല്ലു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ്. ഇനി എത്രമാത്രം ജെനുവിറ്റി ഉണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഒരു ഏച്ച് കെട്ടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതിപ്പോ അങ്ങനെ ഒരു മെയിനായിട്ട് കാരണം വരുന്നത് ഇപ്പോൾ അവര് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ ഈ പുറത്ത് ഇത്ര ആഘോഷിക്കപ്പെടാതിരിക്കുമായിരുന്നെങ്കിലും പക്ഷെ അത് പുറത്തുനിന്ന് ഇപ്പൊ വന്നിരിക്കുന്ന വൈൽഡ് കാർഡുകൾ വന്ന് അനീഷിനെ നോമിനേറ്റ് ചെയ്തത് ഭയങ്കരമായിട്ട് പറഞ്ഞത് അനീഷ് ഒരു സ്ട്രാറ്റജിയിൽ വീണുപോയി അദ്ദേഹം ഒറ്റയാനായിരുന്നു, അത് തകർന്നു പോയപ്പോൾ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ അത് ജെന്യുവൻ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി നമുക്ക് അറിയില്ല. ആ കാര്യം പറയുമ്പം ഷാനവാസ് പലപ്പോഴും യാദില നൂറയുടെ കൂടെ ഇരിക്കുകയും അനീഷിനേക്കാളിലും കൂടുതൽ അവരുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല അനീഷിൻ്റെ അടുത്ത് അത്രയും സംസാരിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ആ ഒരു ഗെയിം രണ്ടുപേരുടെയും ഗെയിമെ വെറുതെ ബാധിക്കത്തേ ഉള്ളൂ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡ്രാമ. അതിലും നല്ലത് അവർ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് രണ്ടുപേരും കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. പിന്നെ നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ വരുന്ന ആഴ്ച നിർണായകമാണ്, പ്രത്യേകിച്ച് വോട്ടിങ്ങിൽ. അപ്പം കഴിവുള്ളവരെ അതുപോലെ അവിടുത്തെ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന നിലവിൽ നമുക്ക് തോന്നിക്കുന്നവരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരെ അവിടെ നിർത്താൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പെൻഡിങ് എല്ലാം ഏകദേശം പറഞ്ഞിട്ടില്ലേ? അപ്പം ബാക്കി നാളെ നമുക്ക് സംസാരിക്കാം. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഞങ്ങളൊരു തുടക്കക്കാരെന്ന നിലയിൽ പരിമിതികളുണ്ട്, ഞങ്ങൾക്കറിയാം. അതെല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാനെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കാണുന്നവർ ദയവ് ചെയ്തൊരു ലൈക്കും കൂടെ തന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചെറിയ കമ്പനിക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും. നമ്മളിതുവരെ ആ ഗെയിമിൻ്റെ ഇത് കണ്ടിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അല്ല നമുക്ക് പേഴ്സണലായിട്ട് ഓരോ ഫേവററ്റിനെ വെച്ച് ഇന്ന കണ്ടസ്റ്റൻറ്റിനെ അടിച്ച് താഴ്ത്താനെ കൊണ്ടൊന്നും ഞങ്ങൾ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. അവിടെ കാണുന്ന പ്ലേ അനുസരിച്ച് എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ നാളെ വീണ്ടും വരാം. അപ്പം ഗുഡ് നൈറ്റ്.